ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗൗരി ഗംഗയോടൊപ്പം മാർക്കറ്റിലേക്ക് എത്തുന്നു. ഗംഗ തന്റെ അരികിൽ ഗൗരി ചേച്ചി ഉണ്ട് എന്നറിഞ്ഞ് ഗൗരിയോട് സംസാരിക്കുന്നത് കേട്ട് അവിടുത്തെ പച്ചക്കറി എടുക്കുന്ന ആള് ചോദിച്ചു, അല്ല കുട്ടി, കുട്ടി ആരോടെ സംസാരിക്കുന്നത്? പെട്ടെന്ന് ഗംഗ പറഞ്ഞു, അത് പിന്നെ ഞാൻ തനിയെ ഇങ്ങനെ സംസാരിച്ചു പോകുന്നതാണ്. ഓ ശരി, ആയിക്കോട്ടെ എന്ന് പറയുമ്പോ ഉടനെ ഗൗരി പറഞ്ഞു, അതെ, തനിച്ചിങ്ങനെ സംസാരിക്കുന്നത് കേട്ടാലേ നാട്ടുകാർ വിചാരിക്കും ഈ കുട്ടിക്ക് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഉടനെ ഗംഗ ഗൗരിയോട് പറഞ്ഞു, ഓ ശരി എന്ന് പറഞ്ഞതും ഗൗരി പറഞ്ഞു, എന്നാ ഗംഗയെ സാധനം മേടിച്ചിട്ട് വേഗം വന്നോളൂ, ഞാൻ പോയിക്കോളാം, ഇനി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഗംഗ ശരി ചേച്ചി എന്ന് തലയാട്ടി. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അതെ, ഒരു മിനിറ്റ്, ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. മഹിയേട്ടന് മലയിലയിട്ട സാമ്പാർ വലിയ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? മലയില സാമ്പാറിലിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അത് ഗംഗയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഗൗരിജി. അങ്ങനെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ആ കടക്കാരൻ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അതിനുശേഷം ഗംഗയോട് ഗൗരി പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ക്യാബേജും ക്യാരറ്റും കൂടി ഒന്നിച്ച് തോരനുണ്ടാക്കുന്നതും മഹേഷിന് വലിയ ഇഷ്ടമാണെന്ന് ഗൗരി അറിയിച്ചതും ശരി, അതും വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞപ്പോ പച്ചക്കറിക്കാരൻ ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? എനിക്ക് ക്യാരറ്റും ക്യാബേജും ഓരോ കിലോ കൂടി എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഗൗരി പറഞ്ഞു, എന്നാ ശരി, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞപ്പോ പച്ചക്കറി കടക്കാരൻ നോക്കുന്ന സമയത്ത് ഗൗരിയോട് യാത്ര പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, ശരി പൊയ്ക്കോ ഗൗരിച്ചി എന്ന് പറഞ്ഞത് കേട്ട് പച്ചക്കറി കടക്കാരൻ ചോദിച്ചു, അല്ല, കുട്ടി ഒറ്റയ്ക്ക് സംസാരിച്ചതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചതും ഗംഗ ചമ്മിക്കൊണ്ട് പുഞ്ചിരിച്ചങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം മഹി രാവിലെ ഓഫീസിലേക്ക് പോകാനായി റെഡിയായി ഫുഡൊക്കെ കഴിക്കാനായി ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തിയിരുന്നു. മഹിയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ദേവയാനി, ഹൈമൂരിയും ആ വീട്ടിലുള്ള എല്ലാവരും ഫുഡ് കഴിക്കാനായി അവിടേക്ക് വന്നിരുന്നു. ഈ സമയത്ത് ഗംഗയോട് മഹി ചോദിച്ചു, അല്ല, സീമ ഇതുവരെയായിട്ടും എത്തിയില്ലേ? വന്നിട്ടില്ല എന്നുള്ള കാര്യം ഗംഗ മഹിയോട് പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ മഹി പറഞ്ഞു, ശരി, എന്താ ഇന്ന് സീമ വരത്തില്ലേ എന്ന് മഹി അന്വേഷിച്ചപ്പോ ഗംഗ പറഞ്ഞു, മഹിയുടെ സീമേച്ചി അല്പം കൂടി വൈകുമെന്ന് പറഞ്ഞു. അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞ് മഹി ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ ഗംഗ മഹിക്ക് ഫുഡ് എടുക്കുന്ന കണ്ട് മാളൂട്ടി ഗംഗയോട് ചോദിച്ചു, എന്നാ ഗംഗയ്ക്കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചൂടെ എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഗംഗ പറഞ്ഞത്, അല്ല, ഇന്ന് സീമേച്ചി ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും തരണമെങ്കിൽ ആരെങ്കിലും വേണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം, ഇപ്പോ എല്ലാരും കഴിച്ചോളൂ എന്ന് ഗംഗ മറുപടി നൽകി. അത് കേട്ട ഉടനെ ദേവയാനി പറഞ്ഞു, ശരിയാ, അതാ നല്ലത്, കാരണം സീമയില്ലാത്തതല്ലേ, ആർക്കേലും എന്തെങ്കിലും വേണമെന്ന് തോന്നിയാ അത് എടുത്തു തരാൻ ആരേലും വേണല്ലോ, അതുകൊണ്ട് തന്നെ ഗംഗ ഇപ്പൊ ഫുഡ് കഴിക്കാൻ ഇരിക്കാത്തതാണ് നല്ലത് എന്ന് ദേവയാനിയും അഭിപ്രായപ്പെട്ടു. പെട്ടെന്ന് ഗംഗ ഭക്ഷണം വിളമ്പാനായി കറിപാത്രമൊക്കെ തുറന്നതും ഉടനെ അതിന്റെ സ്മെല്ല് അവിടേക്ക് വന്നതോടെ ദേവയാനിയൊക്കെ അതിശയപ്പെടുന്നു. ഒപ്പം തന്നെ ആ കറിയുടെ സ്മെല്ല് പുറത്തേക്ക് വന്നത് കണ്ട് ഹൈമവതിയും ശ്രേയയും അന്തിച്ചു. അല്ല, ഇത്ര നല്ല മണമോ ഈ കറിക്കോ? ഇത് ആദ്യമായിട്ടാണല്ലോ എന്നൊക്കെ അവരിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അപ്പോഴേക്കും എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞ് ഇഡലിയും സാമ്പാറും ചട്നിയും ഗംഗ ഒഴിച്ചു കൊടുത്തു. ഈ സമയത്ത് മഹി അത് ഒന്ന് വായിൽ വെച്ചതും പെട്ടെന്ന് മഹിക്കാകെ അതിശയമായി. ഇതിന് നല്ല മണമുണ്ടല്ലോ, ഇത് എങ്ങനെ സംഭവിച്ചു? നല്ല ടേസ്റ്റും ഉണ്ട്, ഗൗരി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, ഇതെങ്ങനെ ഗംഗയ്ക്ക് കിട്ടി? ഗംഗയ്ക്ക് എങ്ങനെ ഇതുപോലെ ഗൗരിയുടെ ടേസ്റ്റിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് മഹി അതിശയത്തോടെ ഗംഗയെ നോക്കി. മഹിയുടെ നോട്ടം കണ്ടതും ഗംഗയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോഴേക്കും ഗൗരിക്കും മഹിക്ക് ആ ഭക്ഷണം ഇഷ്ടമായെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉടനെ തന്നെ ഗംഗ ചോദിച്ചു, അല്ല മഹിയേട്ടന് ഫുഡ് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ഇന്നത്തെ ഭക്ഷണം എന്ന് ചോദിച്ചപ്പോ മഹി ഒട്ടും താല്പര്യമില്ലാത്ത പോലെ കുഴപ്പമില്ല എന്ന് മാത്രം മറുപടി നൽകി. അത് കേട്ട ഉടനെ ഗംഗയുടെ മനസ്സാകെ സങ്കടത്തിലായി. താൻ അത്രത്തോളം താല്പര്യത്തോടെ ഇത്ര രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ടും അത് കുഴപ്പമില്ല എന്ന ഒറ്റ വാക്കിൽ മാത്രം മഹി മറുപടി നൽകിയതോർത്ത് ആകെ വിഷമത്തോടെ ഗംഗ നോക്കി. ഈ സമയത്ത് ഗംഗയാകെ സങ്കടപ്പെടുമ്പോ ശ്രേയ ആലോചിച്ചു, അല്ല, ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടും മഹിയേട്ടൻ എന്താ കുഴപ്പമില്ലെന്ന് മാത്രം പറഞ്ഞത്? അതെന്തായാലും ഗംഗയ്ക്ക് വലിയ സങ്കടമായിട്ടുണ്ട്. അങ്ങനെ തന്നെ വരട്ടെ, അവൾക്ക് അങ്ങനെ അവള് സന്തോഷിക്കണ്ട എന്ന് ശ്രേയ മനസ്സിലങ്ങനെ ചിന്തിച്ചു. അപ്പോഴേക്കും ഉടനെ തന്നെ ഗംഗയുടെ ആ സങ്കടം കണ്ട് മാളൂട്ടി പറഞ്ഞു,
ഗംഗേ, ഇന്നത്തെ ഫുഡ് സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അത് കേട്ട ഉടനെ ഹൈമവതി പറഞ്ഞു, അല്ലെങ്കിലും നീ എങ്ങനെയല്ലേ പറയൂ, നീ ഗംഗയുടെ ആളാണല്ലോ, ഗംഗയ്ക്ക് അനുകൂലമായിട്ടല്ലേ നീ പറയാറുള്ളൂ. എന്നാലേ ഞാൻ സത്യസന്ധമായിട്ടേ മറുപടി പറയൂ. എനിക്കറിയാം, ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. ഇന്നത്തെ ഭക്ഷണം അത്ര വലിയ ഗുണമൊന്നുമില്ല. ഞാനൊന്ന് കഴിച്ചു എന്ന് വരുത്തുകയാണ്. ഈ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ ഇനി ഉച്ചയ്ക്കല്ലേ കഴിക്കാൻ പറ്റൂ. അപ്പോ ജീവൻ നിലനിർത്തണ്ടേ, അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങ് കഴിച്ചു എന്ന് വരുത്തുന്നു. സാമ്പാറും ചട്നിയാണെ വായിൽ വെക്കാൻ കൊള്ളില്ല എന്നൊക്കെ ഹൈമവതി ഗംഗയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അതിനുശേഷം വേഗം തന്നെ ശ്രേയയോട് ഹൈമവതി പറഞ്ഞു, മോളെ 2 ഇഡ്ഡലിയും കൂടി എടുത്തേക്ക്, ആ സാമ്പാറും ചട്നിയും വേണം കേട്ടോ എന്ന് ഹൈമവതി പറയുന്നത് കേട്ട് ഉടനെ ഗൗരി ഇത് കണ്ടുനിന്ന് ഗൗരി അങ്ങനെ പുഞ്ചിരിക്കുമ്പോ മാളൂട്ടി ചോദിച്ചു, അല്ല, ഫുഡ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇത്രയും ഫുഡ് കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഹൈമവതി പറഞ്ഞു, അതെ, ഞാനേ മരുന്ന് കഴിക്കുന്നതാ, അതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കണം, അങ്ങനെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഇഡ്ഡലി കഴിക്കുന്നേ ഉള്ളൂ, എടുത്തങ്ങ് വിഴുങ്ങി വിടുവാ എന്നൊക്കെ ഹൈമവതി ഗംഗയെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിച്ചു. അത് കേട്ട ദേവയാനി പുഞ്ചിരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗംഗ എല്ലാവർക്കും എന്തെടുത്ത് കൊടുക്കണം എന്നറിയാൻ ഇങ്ങനെ കാത്തിരുന്നു. ഗംഗയോട് ദേവയാനി ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രേയയും ഹൈമവതിയും ഗംഗ ഇന്നുണ്ടാക്കിയ ഫുഡിന്റെ ആ ടേസ്റ്റിൽ മതിമറന്നങ്ങനെ നിന്നു. രണ്ടുപേരും കൂടി ഇഡലി മാറി മാറി എടുത്ത് പ്ലേറ്റിലെ ഇഡലി മുഴുവൻ തീർത്തു കഴിഞ്ഞതോടെ ദേവയാനി പറഞ്ഞു, ഗംഗ വേഗം പോയി എല്ലാം എടുത്തോണ്ട് വാ. ഗംഗ വേഗം തന്നെ കറിയും ഇഡ്ഡലിയും ഒക്കെ എടുക്കുവാനായി നേരെ കിച്ചണിലേക്ക് പോകുന്നു. ഈ സമയത്ത് വീണ്ടും അവർക്ക് വേണ്ട ഫുഡൊക്കെ എടുക്കാനായി കിച്ചണിൽ വന്ന് ആകെ വിഷമത്തോടെ ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് സങ്കടത്തോടെ ഗംഗ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഗൗരിയുടെ ആത്മാവ് വന്ന് നിൽക്കുന്നു. ആത്മാവ് വന്നതിന് ശേഷം ഗംഗെ എന്ന് വിളിച്ചു. ഗൗരിയേച്ചി എന്ന് ഉറക്കെ ഗംഗ വിളിച്ചതും ഏയ് പതുക്കെ എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. അയ്യോ എന്ന് പറഞ്ഞ് ഗംഗ ഇങ്ങനെ ശബ്ദം താഴ്ത്തി നിൽക്കുമ്പോൾ ഗൗരി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, ഗംഗ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മഹേട്ടൻ അങ്ങനെ പറഞ്ഞെന്നോർത്ത് ഗംഗ സങ്കടപ്പെടുകയൊന്നും വേണ്ട. മഹേട്ടനെ അത് ഒത്തിരി ഇഷ്ടമായി ഫുഡ്. കാരണം മഹിയേട്ടൻ 5 തന്നെ കഴിച്ചത് കണ്ടില്ലേ. മഹിയേട്ടന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഗംഗയോട് അത് മനഃപൂർവ്വം പറയാത്തതാ മഹിയേട്ടൻ. ഗംഗയോട് എല്ലാവരും വെറുതെ കളവ് പറഞ്ഞതാ. ഇന്നത്തെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഗംഗയോട് ഗൗരി അറിയിച്ചു. അതിനുശേഷം മഹി ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങി. കാറിനരികിലേക്ക് എത്തിയ മഹി പെട്ടെന്ന് ആലോചിച്ചു, ഗംഗയോടെല്ലാം തുറന്ന് സംസാരിച്ചാലോ, എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു ചോദിച്ചാലോ, അതായിരിക്കും നല്ലത്. എന്റെ മനസ്സിനും എന്റെ ചുറ്റുപാടുമുള്ളവരുടെ അസ്വസ്ഥതയ്ക്കുമൊക്കെ അത് ഒരു പരിഹാരമാകും. അതുകൊണ്ട് ഗംഗയോടെല്ലാം നേരിട്ട് സംസാരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് മഹി അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗംഗയോട് സംസാരിക്കുവാനായി വീണ്ടും വീട്ടിലേക്ക് കയറാൻ വരുന്ന മഹി പെട്ടെന്ന് ഗേറ്റ് കടന്നു വരുന്ന ഒരു സ്കൂട്ടറുകാരനെ കണ്ടു. അയാൾ വണ്ടി നിർത്തിയിട്ട് ആ പോസ്റ്റ്മാൻ തന്റെ കയ്യിലിരുന്ന ആ ലെറ്ററുമായിട്ട് വേഗം മഹിക്കരികിലേക്ക് എത്തി. സാർ, ഒരു കത്തുണ്ട് എന്ന് പറഞ്ഞു. കത്തോ എന്ന അതിശയത്തോടെ മഹി ചോദിച്ചിരുന്നു. ഗംഗ എവിടെയല്ലേ താമസിക്കുന്നത് എന്ന് അന്വേഷിച്ചു. അതെ, പഴയ അഡ്രസ്സിലേക്കാണ് വന്നത്. അവിടത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവര് റീഡയറക്ട് ചെയ്ത് വിട്ടിരുന്നതാണ് ഇങ്ങോട്ട് എന്നറിയിച്ചു. അങ്ങനെ പറഞ്ഞ് കത്തോ, എന്ത് കത്താ എന്ന് മഹി അന്വേഷിച്ചതും കത്തല്ല സാർ, ശരിക്കും ഇത് ഫോൺ ബില്ലാണ് എന്ന് പറഞ്ഞ് ആ ഫോൺ ബില്ല് മഹിയുടെ കയ്യിലേക്ക് അയാൾ നൽകുന്നു. മഹി അത് വാങ്ങിച്ചതും അല്ല, ഗംഗ ഇവിടെ താമസിക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചതും അതെ, ഇവിടുത്തെ അഡ്രസ്സിലാണ് വന്നത് എന്നറിയിച്ചു. ഉടനെ അയാളെ കണ്ടിട്ട് മഹി സംശയത്തോട് ചോദിച്ചു, അല്ല, ഇവിടെ ചന്ദ്രേട്ടനാണല്ലോ സാധാരണ ഇതുപോലെ ലെറ്ററൊക്കെ കൊണ്ട് തരാറുള്ളത്, ചന്ദ്രേട്ടൻ എവിടെ എന്ന് അയാളോട് ചോദിച്ചതും അയാൾ പറഞ്ഞു, ചന്ദ്രേട്ടൻ 2 ദിവസത്തേക്ക് ലീവിലാ, ഞാൻ പകരം വന്ന ആളാ എന്നറിയിച്ചു. തന്റെ പേരെന്താ എന്ന് ചോദിച്ചപ്പോൾ സുബു എന്നാണ് എന്ന് അയാൾ മറുപടി നൽകി അയാൾ വേഗം അവിടെ നിന്ന് മടങ്ങി. മഹി അപ്പോഴേക്കും അല്ല, ഫോൺ ബില്ലോ, പാവം ഗംഗ ചിലപ്പോ നെറ്റും യൂട്യൂബും ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട്, വൈഫൈ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ചിലപ്പോ ഗംഗയ്ക്ക് ഫോണിലായിരിക്കും ഇത്രയും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതായിരിക്കും ഇത്രയും വലിയൊരു ബില്ല് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് മഹി അത് പൊട്ടിച്ച് തുറന്നു നോക്കി. ഇത് ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിനകത്ത് കോൾ ലിസ്റ്റും കാണുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ആ കോൾ ലിസ്റ്റ് കൂടി നോക്കി. അപ്പോഴാണ് അതിൽ ഒരേ നമ്പറിലേക്ക് രാത്രി 9:30-ക്ക് ശേഷം കുറെ സമയത്തേക്ക് ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് മഹി കണ്ടത്. ഇതാരോടാ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത്? ഇത് അധികം നേരം സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച് മഹി ഇത് ആരുടെ നമ്പർ ആയിരിക്കും എന്ന് അറിയാനായി വേഗം തന്റെ മൊബൈൽ എടുത്ത്
ആ നമ്പർ ഡയൽ ചെയ്തു. ഉടനെ മഹി ആ നമ്പർ തന്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തെടുത്ത് നോക്കിയതും നകുൽ എന്ന് കണ്ടതോടെ മഹി ആകെ ഞെട്ടി. നകുലുമായിട്ടാണോ ഗംഗ രാത്രിയിൽ ഇത്രയും നേരം സംസാരിക്കുന്നത് എന്ന് മഹി ആശങ്കയോടെ ആ ലെറ്ററും കയ്യിൽ പിടിച്ച് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. അപ്പോ ഞാൻ അറിഞ്ഞതൊക്കെ സത്യമായിരുന്നിരിക്കുവോ എന്നോർത്ത് മഹി ആകെ ടെൻഷനോടെ വേഗം കാറിൽ കയറി ആ ലെറ്ററുമായിട്ട് മഹി അവിടെ നിന്ന് പുറപ്പെട്ടു. മഹി കാറും എടുത്ത് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഗംഗ പിന്നീട് തനിക്ക് പരിചയമുള്ള നാരായണ ഭട്ടതിരിയെ കാണുവാനായി പോയി. തെക്കേ കോവിലത്തെ നാരായണ ഭട്ടതിരിപ്പാടിനരികിലെത്തി ഗംഗ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ചോദിച്ചു, കുട്ടി എന്താ വന്നേ എന്ന് ചോദിച്ചതും അദ്ദേഹത്തോട് ഗംഗ ചോദിച്ചു, ഭട്ടതിരിക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ കുട്ടി എന്ത് ചോദിക്കുന്നത്, ഗംഗയല്ലേ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അതെ എന്ന് പറഞ്ഞതും കുട്ടിയെ എനിക്ക് അറിയാൻ പാടില്ലെന്നോ, എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോ ഗംഗ പറഞ്ഞു, എനിക്ക് ഭട്ടതിരിയുടെ ഒരു സഹായം വേണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, സാക്ഷാൽ മഹാദേവന്റെ പരമഭക്തയായ ഗംഗയ്ക്ക് ഞാൻ എന്ത് സഹായമാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. മനമൊരുക്കിയൊന്ന് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ തന്നെ ഗംഗയ്ക്ക് സഹായമായി ഓടിയെത്തില്ലേ എന്ന് അദ്ദേഹം അന്വേഷിച്ചതും ഗംഗ പുഞ്ചിരിയോടെ പറഞ്ഞു, ഈ അടുത്തിടെ എന്റെ വിവാഹം കഴിഞ്ഞു. പിന്നീട് ഗംഗ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു. ദേവയാനിയും എല്ലാവരും ചേർന്ന് ഗംഗയെ കബളിപ്പിക്കുന്നതും അതിന്റെ സത്യാവസ്ഥ മറ്റൊരു ജ്യോത്സ്യനിൽ നിന്ന് മനസ്സിലാക്കിയതും അതിനുശേഷം ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടി, മഹി വിവാഹം കഴിക്കാനിരുന്ന ആ പെൺകുട്ടി ശ്രേയയുടെ ഭാര്യയായി, യഥാർത്ഥത്തിൽ മഹിയുടെ ആദ്യ ഭാര്യയുടെ ആത്മാവ് ശ്രേയയുടെ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന തെറ്റിദ്ധാരണ പരത്തി മഹിയോട് കൂടുതൽ അടുക്കാനായി ശ്രമം നടത്തുന്നതിനെ കുറിച്ചും അങ്ങനെ ശരിക്കും ഒരു ബാധക്കെ ആ ശരീരത്തെ പ്രവേശിച്ചിട്ടില്ല എന്നും മഹിയോട് കൂടുതൽ അടുപ്പം കാണിക്കാനായി ശ്രമിക്കുന്ന ശ്രേയയുടെ ആ പ്രവൃത്തിയെ തടയുന്നതിന് വേണ്ടി ഭട്ടതിരി ബാധ ഒഴിപ്പിക്കാനായി തന്റെ വീട്ടിലേക്ക് വരണമെന്നും ഗംഗ ആവശ്യപ്പെടുന്നു. ഗംഗയുടെ ആവശ്യം കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓഹോ, യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ ദേഹത്ത് ബാധയില്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഗംഗ പറഞ്ഞു, ഇല്ല, ആ ശ്രേയച്ചിയുടെ ദേഹത്ത് ബാധയൊന്നും കടന്നു കൂടിയിട്ടില്ല. പക്ഷെ ശ്രേയച്ചി ശരിക്കും അഭിനയിക്കുന്നതാണ്, മഹേട്ടന്റെ മുന്നിൽ വെറുതെ അഭിനയിക്കുന്നതാണ് അതെല്ലാം തന്നെ എന്നറിയിച്ചു. അതെല്ലാം കേട്ടതോടെ ഉടനെ അദ്ദേഹം പറഞ്ഞു, ശരി, കുട്ടി ഇങ്ങനെ ഒരു ആവശ്യം എന്റെ മുന്നിൽ വന്ന് പറഞ്ഞാൽ എനിക്കതങ്ങനെ നിരസിക്കാൻ കഴിയും. മാത്രമല്ല കുട്ടി ധൈര്യമായിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞോളൂ, തെക്കേ കോവിലത്തെ നാരായണ ഭട്ടതിരി ആ ബാധ ഒഴിപ്പിക്കാനായി വരുന്നുണ്ട് എന്ന്. മാത്രമല്ല കുട്ടി ഇപ്പോ വിവാഹിതയാണെങ്കിൽ പോലും എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ക്ഷേത്രമുറ്റത്തുകൂടി ഓടി നടക്കുന്ന കൊച്ചു ഗംഗയാണ്. ഭഗവാന്റെ തിരുജടയിൽ ഭഗവാൻ തനിക്കേറെ പ്രിയപ്പെട്ടവളായി തിരുജടയിൽ എന്നും തന്റെ തിരുജടയിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രിയ സഖിയാണ് ഗംഗ. ആ ഗംഗയ്ക്ക് തുല്യം തന്നെയാണല്ലോ ഈ ഇരിക്കുന്ന കൊച്ചു ഗംഗയും. അതുകൊണ്ട് തന്നെ ഈ ഗംഗയുടെ ആവശ്യം ഞാൻ നിരസിച്ചാൽ അത് വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് കുട്ടി വീട്ടിൽ ചെന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നത്തേക്കാന്ന് എന്നെ ഒന്ന് വിവരം അറിയിച്ചാൽ മതി, ഞാൻ വന്നോളാം. മാത്രമല്ല ജാനകി അമ്മയുടെ കൊച്ചുമകൾക്ക് ഇങ്ങനെ ഒരു സഹായം ഞാൻ ചെയ്തില്ല എങ്കിൽ അതിലും വലിയൊരു തെറ്റ് വേറെ ഉണ്ടോ എന്ന് ആ ഭട്ടതിരി പറയുന്നു. അങ്ങനെ ഭട്ടതിരിയുടെ സംസാരമെല്ലാം കേട്ടു കഴിഞ്ഞതും ഗംഗ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് ശ്രേയയുടെ ഫോണിലേക്ക് നകുൽ വിളിക്കുന്നു. നകുലിന്റെ കോള് വന്നതും എന്തിനായിരിക്കും നകുൽ ഈ സമയത്ത് വിളിച്ചത് എന്ന സംശയത്തോടെ ശ്രേയ കോള് അറ്റൻഡ് ചെയ്യുന്നു. കോൾ എടുത്ത ഉടനെ തന്നെ ശ്രേയ നകുലിനോട് ചോദിച്ചു, എന്താ നകുൽ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ നകുൽ പറഞ്ഞു, അതെ, ഞാൻ അടുത്ത ബോംബ് കൂടിയോടെ പൊട്ടിച്ചിട്ടുണ്ട്. അത് കേട്ടതോടെ ശ്രേയക്കാകെ അതിശയമായി. അല്ല നകുൽ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, എപ്പോ സംഭവിക്കുന്നു എന്ന് ചോദിച്ചതും നകുൽ പറഞ്ഞു, അതെ, മാർഗം എന്തായാലും ലക്ഷ്യത്തെ മാത്രം നമ്മൾ മുന്നിട്ട് നീങ്ങുകയാണെങ്കിൽ എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു, ഏതൊക്കെ നിമിഷം സംഭവിക്കുന്നു എന്നൊക്കെ വ്യക്തമായി നമുക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് ശ്രേയയോട് നകുൽ അറിയിച്ചു. അത് കേട്ടതോടെ ശ്രേയ പറഞ്ഞു, അതെ, എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, എന്തായാലും ഞാൻ നോക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ നകുലിന്റെ പദ്ധതി കൃത്യമായി തന്നെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോ മഹിയേട്ടനിൽ നിന്ന് ഗംഗയെ അകറ്റി നിർത്താൻ മഹിയേട്ടൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഗംഗ എന്നേക്കുമായി മഹേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഗംഗയെ മഹേട്ടൻ അകറ്റി നിർത്തണം. അങ്ങനെ എനിക്ക് മഹേട്ടനിലേക്ക് എത്തിച്ചേരാൻ. അതുവരെ മഹേട്ടന്റെ മനസ്സ് എങ്ങനെ തകർന്നാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. നകുൽ പറഞ്ഞു, എന്നാൽ മഹിയുടെ മനസ്സിപ്പോ ആകെ തകർന്നിരിക്കുകയാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ ശ്രേയ പറഞ്ഞു, എന്നെ ആ മനസ്സിൽ നിന്ന് പടിയിറക്കി വിട്ടതല്ലേ, അതുകൊണ്ട് തന്നെ
എന്നെ ആ മനസ്സിൽ ഇതുവരെയായിട്ടും പ്രതിഷ്ഠിക്കാത്ത സ്ഥിതിക്ക് മഹിയേട്ടന്റെ മനസ്സ് തകരുന്നത് കൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. പിന്നെ ആ ഗംഗയെ പടിയിറക്കി വിട്ടതിന് ശേഷം മതി ഇനി മഹിയേട്ടന്റെ മനസ്സ് സ്വസ്ഥമാകുവാൻ എന്ന്. ഗംഗ എന്നേക്കുമായി മഹിയേട്ടന്റെ ജീവിതത്തിൽ നൊഴിഞ്ഞു പോകണമെന്നും ശ്രേയ നകുലിനോട് പറയുന്നു. എന്നാൽ ഉടനെ തന്നെ അത് സംഭവിക്കുമെന്ന് പറഞ്ഞ് നകുൽ ഫോൺ വെച്ചു. ഗംഗയെ ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് നകുൽ അറിയിച്ചു. അപ്പോഴേക്കും റൂമിലെത്തിയ ഗംഗ ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഗൗരിയുടെ ആത്മാവ് അവിടേക്ക് എത്തി. ഗംഗയെ എന്തു പറ്റി എന്ന് ചോദിച്ചതും ഗംഗ പറഞ്ഞു, ശ്രേയച്ചി, ഗൗരിയേച്ചിയുടെ ആത്മാവ് ദേഹത്ത് പ്രവേശിച്ചെന്ന് പറഞ്ഞുകൊണ്ടല്ലേ മഹീറിന്റെ മുന്നിൽ ഇതുപോലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നത്. അതിന് ആ നാടകം പൊളിക്കാൻ ഞാനൊരു ഉപായം കണ്ടെത്തി എന്ന് പറഞ്ഞതും ഗൗരി ചോദിച്ചു, എന്തു ഉപായവാ, എന്താ ഗംഗ പറയൂ എന്ന് പറഞ്ഞപ്പോ ഗംഗ വിവരങ്ങൾ അറിയിച്ചു. മഹീറിന്റെ മുന്നിലുള്ള ശ്രേയശ്ശേരി നാടകം അവസാനിപ്പിക്കാൻ ഞാൻ തെക്കേ ഇല്ലത്തെ നാരായണ ഭട്ടതിരിയെ ഞാൻ കണ്ടു. അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ഉടനെ അതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഗംഗ പറഞ്ഞു, ഞാൻ എങ്ങനെ ഇക്കാര്യം ഇവിടെ അവതരിപ്പിക്കും? ഇവിടെയുള്ളവർക്ക് ഇക്കാര്യം ഇവിടെയുള്ളവരോട് പറഞ്ഞാൽ അവരത് സമ്മതിച്ചെന്ന് തരില്ലല്ലോ, അതാണ് എന്റെ സങ്കടം എന്ന് പറഞ്ഞപ്പോ ഗൗരി പറഞ്ഞു, മഹേട്ടിനോട് പറഞ്ഞാൽ പൂജയൊക്കെ നടത്താൻ മഹേട്ട് സമ്മതിക്കും എന്നറിയിച്ചു. അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, മഹേട്ടിനോട് പറഞ്ഞാൽ മഹേട്ട് സമ്മതിച്ചേക്കും. പക്ഷേ മഹേട്ടിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞാൽ മഹേട്ടിന് അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ മഹേട്ടിന് എന്നോടുള്ള അകൽച്ചയെ കുറിച്ച് ഗൗരിയേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്ന് ഗംഗ പറഞ്ഞു. അത് കേട്ടതും ഉടനെ ഗൗരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇക്കാര്യം സംസാരിക്കുവാനായിട്ട് എന്തെങ്കിലും ഒരു ഉപായം കണ്ടേ തീരൂ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഗംഗ ചോദിച്ചു, എന്നാ മാളൂട്ടിയെ കൊണ്ട് പറയിപ്പിക്കാം. മാളൂട്ടി പറഞ്ഞാൽ മഹിയേട്ടൻ സമ്മതിക്കും. മഹിയേട്ടന് അതിൽ ഒരു എതിർപ്പും ഉണ്ടാവുകയുമില്ല എന്ന് പറഞ്ഞതും ഗൗരി പറഞ്ഞു, എന്നാ അങ്ങനെ തന്നെ മതി. മഹിയേട്ടനോട് മാളുവിനെ കൊണ്ട് സംസാരിപ്പിക്കുക. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി, ഇവിടെ പൂജ നടത്തുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഗംഗ ചെയ്യണം. മഹിയേട്ടൻ എന്തുകൊണ്ടാണ് ഗംഗയിൽ നിന്ന് ഇങ്ങനെ അകന്നു നടക്കുന്നതെന്ന് മഹിയേട്ടനോട് തന്നെ ചോദിക്കണം. ആരെങ്കിലും എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞത് കൊണ്ടാണോ ചിലപ്പോ മഹിയേട്ടൻ ഇങ്ങനെ അകന്നു നിൽക്കാൻ കാരണമെന്നറിയില്ലല്ലോ. എന്തായാലും അക്കാര്യം ഇനിയും മനസ്സിൽ കൊണ്ട് നടക്കാതെ ഗംഗ നേരിട്ട് മഹിയേട്ടനോട് ചോദിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞു. ഉടനെ ഗംഗ പറഞ്ഞു, ഇതിനു മുൻപ് ഞാൻ മഹിയേട്ടനിൽ നിന്ന് അകന്നു നടക്കുകയായിരുന്നില്ലേ വിവാഹം കഴിഞ്ഞ നാളുകളിൽ. അന്ന് പക്ഷെ മഹിയേട്ടൻ എന്നോട് എത്ര ചോദിച്ചിട്ടും ഞാൻ അതിന്റെ കാരണം പറയാൻ തയ്യാറായില്ല. മഹിയേട്ടന്റെ അമ്മ അത്രത്തോളം എന്നെ ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്താനായി പ്രേരിപ്പിച്ചിരുന്നു. അതുപോലെ മഹിയേട്ടനോട് ആരെങ്കിലും എന്തേലും അതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് ഗംഗ സംശയത്തോടെ ഗൗരിയോട് ചോദിച്ചു. അത് കേട്ടതും ഗൗരി പറഞ്ഞു, മറ്റാരുടെ കാര്യത്തിലാണെങ്കിലും ചിലപ്പോ ഗംഗയുടെ ഈ സംശയം സത്യമായി മാറിയനെ. പക്ഷെ മഹീറിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമേ വേണ്ട. കാരണം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. മഹിയേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു കരട് മഹിയേട്ടന്റെ മനസ്സിൽ കടന്നുകൂടിയാൽ തീർച്ചയായിട്ടും അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമം മഹിയേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ആ സത്യാവസ്ഥ തിരിച്ചറിയാതെ ഒരിക്കലും മഹിയേട്ടൻ സമാധാനത്തോടു കൂടി ഇരിക്കില്ല. അതാണ് മഹിയേട്ടന്റെ സ്വഭാവം എന്ന് ഗൗരി ഗംഗയോട് അറിയിച്ചു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, ശരി, എന്നാ മഹിയേട്ടനോട് ഞാൻ നേരിട്ട് ചോദിച്ചോളാം എന്ന് ഗംഗ സമ്മതിക്കുന്നു. അപ്പോഴേക്കും മാളുവിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഗംഗയുടെ അമ്മ വീണ്ടും അവരുടെ ലോയറിനോട് സംസാരിക്കുന്നു. എങ്ങനെയെങ്കിലും മാളുവിനെ ഇവിടേക്ക് കൊണ്ടുവരണം, എന്റെ മോളെ ഇവിടേക്ക് കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭാഗത്ത് നിന്ന് അവിടെ മഹിയാണ് ഗൗരിയുടെ ജീവൻ എടുത്തത് എന്നതിന് യാതൊരു തെളിവും അവശേഷിച്ചിട്ടില്ല. അത് മാത്രമല്ല, മാളു ഇപ്പോ മഹിയോടൊപ്പം താമസിക്കുന്നതിന് നമുക്കൊരു എതിർപ്പും പറയാനാവില്ല. അതോടൊപ്പം മഹി രണ്ടാമത് വിവാഹം കഴിച്ചത് പോലും ആ കുഞ്ഞിന് വേണ്ടിയാണ് എന്ന് പോലും അവർക്ക് വാദിക്കാൻ കഴിയും. അതിനൊക്കെ നമുക്ക് ബദല് നിൽക്കാൻ ആകെ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, അവിടെ ആ കുട്ടി സുരക്ഷിതയല്ല എന്ന് നമ്മൾ വരുത്തി തീർക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മൾ ഉണ്ടാക്കണം, നമ്മൾ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ കോടതിക്ക് അത് ബോധ്യപ്പെടൂ. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ഗൗരിയുടെ അമ്മ പറഞ്ഞു, എന്റെ മോളുടെ ജീവൻ എടുത്തതും പോരാഞ്ഞ് എന്റെ മോളുടെ കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കാനാണ് ഇനി അവൻ ശ്രമിക്കുന്നത്. എന്റെ മോളുടെ കുഞ്ഞിന്റെ ജീവന് പോലും ആപത്താണ് അവന്റെ അരികിൽ ഇരുന്നാൽ എന്ന് പറഞ്ഞ് ഗൗരിയുടെ അമ്മ എങ്ങനെയും മാളുവിനെ തന്റെ അരികിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം അത് വക്കീലിനോട് പങ്കുവെക്കുന്നു. അതിന് പുതിയതായി നമ്മൾ എന്തെങ്കിലും പോംവഴി കണ്ടെത്തിയേ തീരൂ എന്ന് അവരെ വക്കീൽ നിർദ്ദേശിച്ചു. അതിനുശേഷം രാത്രിയിൽ മഹിയുടെ റൂമിലേക്ക് ഗംഗ എത്തുന്നു. മഹി അവിടെ വരാത്തത് കൊണ്ട് ഗംഗ മഹിയെ കാണുവാനായി ആ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ്
മഹി വേഗം റൂമിലേക്ക് എത്തിയത്. മഹി റൂമിലേക്ക് വരുമ്പോ റൂമിൽ നിൽക്കുന്ന ഗംഗയെ കണ്ടതും മഹി വേഗം പോകാനായി ശ്രമിച്ചു. ഉടനെ ഗംഗ വിളിച്ചു, മഹിയേട്ടാ. ഉടനെ മഹി ചോദിച്ചു, എന്താ, എന്തു വേണം എന്ന് ചോദിച്ചതും മഹേട്ടൻ എന്താ പോകുന്നത് എന്ന് ഗംഗ അന്വേഷിച്ചു. എനിക്ക് 1-2 കോള് അർജന്റായി വിളിക്കാനുണ്ടെന്ന് മഹി പറഞ്ഞത് കേട്ട് ഗംഗ ചോദിച്ചു, മഹിയേട്ടാ, എന്തിനാ മഹേട്ടൻ എന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? എന്താ കാരണം? മഹേട്ടൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ കാരണം എന്താണ്? എനിക്കത് അറിയണം എന്ന് ഗംഗ ചോദിച്ചു. ഉടനെ മഹി പോകാനായി ഒരുങ്ങുന്നത് കണ്ട് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് മഹി പോകാൻ തുടങ്ങുമ്പോ ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, എനിക്ക് മഹിയേട്ടനോട് സംസാരിക്കണം എന്നറിയിച്ചു. എന്തെന്നുള്ള രീതിയിൽ മഹി നോക്കുമ്പോ ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ എന്നിൽ നിന്ന് ഇത്രത്തോളം അകലുന്നത് എന്താന്ന് എനിക്കറിയില്ല. മഹേട്ടൻ എന്തുകൊണ്ടാണ് എന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? എന്ത് കാരണത്താലാണെന്ന് എന്നോടൊന്ന് പറ. മഹേട്ടൻ എന്നോട് അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞാൻ പല കാരണങ്ങളാൽ മഹേട്ടനിൽ നിന്ന് അകന്നു നിന്നു. അതിന്റെ കാരണം എന്താന്ന് ഞാൻ മഹേട്ടനോട് പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോ ഞാൻ മഹേട്ടനോട് അടുക്കാൻ ശ്രമിക്കുമ്പോ മഹേട്ടൻ എന്നിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ. അതിന്റെ കാരണം എന്താണ് മഹേട്ട എന്ന് ഗംഗ മഹിയോട് ചോദിച്ചു. ഉടനെ മഹി പറഞ്ഞു, ഗംഗേ, എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ. നീ പറഞ്ഞ ശരി തന്നെയാണ്. ഞാനിപ്പോ നിന്നിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല. അന്ന് നീ എന്നോട് അകൽച്ച കാണിച്ചതിന്റെ കാരണം ചോദിച്ചപ്പോ നീ എന്നോടൊരു കാരണം പറഞ്ഞു. പക്ഷേ അത് സത്യമായിരുന്നില്ല എന്ന് എനിക്കറിയാം. നീ പറഞ്ഞ കാരണം ഒരിക്കലും സത്യസന്ധമായിട്ടുള്ളതായിരുന്നില്ല എന്ന് ഗംഗയോട് മഹി പറയുമ്പോ ഗംഗ അതിശയത്തോടെ മഹിയെ നോക്കി. മഹിയേട്ടാ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണെന്ന് പറയുമ്പോ മഹി ചോദിച്ചു, ഗംഗെ, നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ നകുലാണോ? അത് കേട്ട ഉടനെ ഗംഗ മഹിയുടെ ആ ചോദ്യം കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് മഹിയെ തന്നെ നോക്കുന്നു.